പ്രത്യേകിച്ച് ബ്ലീഡിംഗ് പൈൽസ് ഉള്ളവരോട് കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. ഏത് തരം പൈൽസ് ഉള്ളവരായാലും ചുവന്നുള്ളി കൂടുതലായിട്ട് ഉപയോഗിച്ചോട്ടോ, നിങ്ങൾക്ക് അതൊരു വരമാണ്, ഒരു നിത്യ ഔഷധമാണ്. ഓക്കെ, കാരണം ഈ പൈൽസ് രോഗമുള്ളവർക്ക് ഒരുപാട് കോൺസ്റ്റിപ്പേഷനും മലബന്ധവും ഒക്കെ സ്ഥിരം പ്രശ്നമാണ്. അത്തരക്കാർ ചുവന്നുള്ളി കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അത് ചുവന്നുള്ളിക്ക് അരിഞ്ഞിട്ട് ധാരാളം സംഭാരം കഴിക്കുന്നതിലാണ് പൈൽസ് രോഗികൾ. ഞാൻ എല്ലാ പൈൽസ് രോഗികളോടും പറയാറുണ്ട്, നമ്മുടെ കൺസൾട്ടേഷൻ വരുന്ന എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. ധാരാളം ചുവന്നുള്ളി അരിഞ്ഞിട്ട് സംഭാരം തയ്യാറാക്കിയിട്ട്, മോരും ചുവന്നുള്ളിയും പൈൽസ് രോഗത്തിന് വളരെ വിശേഷമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചുവന്നുള്ളി അരിഞ്ഞിട്ടുള്ള സംഭാരം ധാരാളം ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങൾ ഒരു ഉരുളയിൽ ഒരു ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ട് അത് വെച്ച് വിഴുങ്ങാൻ പറയാറുണ്ട്, രാത്രി ഡിന്നറിന് മുമ്പായിട്ട്. അല്ലെങ്കിൽ ആദ്യത്തെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ ആദ്യത്തെ പകുതിയിൽ, ആദ്യ ഭാഗത്ത് ആദ്യം ഈ ഉരുളയിൽ ചുവന്നുള്ളി തൊലി കളഞ്ഞു വെക്കുക, അത് വിഴുങ്ങിയതിന് ശേഷം മറ്റു ഭക്ഷണം കഴിക്കാൻ നടത്താം. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് രക്താർശസ് ഉള്ളവരാണെങ്കിൽ ഒരു 5-6 അല്ലി ചുവന്നുള്ളി നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഒരു 1-2 ടീസ്പൂൺ പശു നെയ്യ്, ശുദ്ധമായ പശു നെയ്യ് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അത് ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുന്നതും സഹായകരമാകുന്നുണ്ട്. പ്രത്യേകിച്ച് രക്താർശസ് ഉള്ളവർക്ക്